നേര്യമംഗലം ഗ്യാലറി തകർന്ന് 52 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഗ്യാലറിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ സംഘാടകർക്ക് പോലീസ് അനുമതി നൽകിയിരുന്നില്ല എന്ന സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഗ്യാലറി തകർന്നു വീഴുകയായിരുന്നു. അങ്ങനെയാണ് 52ഓളം പേർക്ക് പരിക്കേറ്റത്. ഇതിൽ ഒന്നിലധികം പേരുടെ നില ഗുരുതരമായി, അത്യാവശ്യം സാരമായി ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് കൈകാലുകൾ ഒടിയുകയും ചതയുകയും ചെയ്തടക്കമുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ സംഘാടകർക്ക് പോലീസ് ടൂർണമെന്റ് നടത്താൻ അനുമതി നൽകിയിരുന്നില്ല എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. ആസിഫ് മുഹമ്മദാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, 14,000 പേര് പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ഇതിലിപ്പോൾ സംഘാടകർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുക്കുന്നത്? നിലവിൽ ഈ അടിപാട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട സംഘാടകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത് വേണ്ടത്ര അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഈ ഒരു കേസെടുക്കാനുള്ള ഒരു കാരണം. ഈ ഗാലറി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ നടപടികൾ പാലിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനവും വരുന്നുണ്ട്. ഇന്നലെ അതിന്റെ ഫൈനൽ ദിവസമായിരുന്നു. ഇത് ഏകദേശം ഒരാഴ്ചയോളമായി തുടരുന്ന ടൂർണമെന്റാണ്. അതിന്റെ ഫൈനൽ ദിവസമാണ് ഇന്നലെ ഗാലറിയുടെ ഒരു ഭാഗം പിന്നോട്ട് മറിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ടത്. അത് മത്സരം തുടങ്ങുന്നതിന് മുമ്പായതിനാൽ കൂടുതൽ കാണികൾ ആ ഒരു സമയത്ത് ഗാലറിയിലേക്ക് കയറി ഇരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടമുണ്ടായത്. നിരവധി പേർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവരുടെ ഒന്നും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് മാത്രമായിരുന്നു ഒരു ആശ്വാസകരമായ സംഗതി. അവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച വരവെയാണ് ഇതിന് വേണ്ടത്ര അനുമതി ഇല്ലാതെയാണ് ഈ ടൂർണമെന്റ് നടത്തുകയും ഗാലറി നിർമ്മാണം അടക്കം നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ നടത്തിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി ആസിഫ്.